ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ ശ്രീലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. മോര് കാച്ചിയത്. ചില അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ലിവറിന് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഈ പച്ചമോര് കൂട്ടരുത്. അതിനു പകരം കാച്ചിയ മോര്, അതായത് മോര് കാച്ചി കൂട്ടണമെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. അതുപോലെ പ്രസവ ശുശ്രൂഷയ്ക്കും ഇതേറെ ഗുണകരമാണ്. അതുപോലെ പുളിയുള്ള മോര് വേണ്ടാത്തവർ കാണുമല്ലോ, അവർക്കും ഇങ്ങനെ മോര് കാച്ചി ഉപയോഗിച്ച് ആ പുളി അധികം തോന്നുകയില്ല. ഒരു ചെറിയ എരിയും ഒക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യും, നല്ല സ്വാദായിരിക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ മോര് കാച്ചുന്നതിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയുമാണ് ഉപയോഗിക്കുന്നത്. കുരുമുളക് പൊടി വേണ്ടാത്തവർക്ക് കുരുമുളക് പൊടി ഇടാതെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് ഇങ്ങനെ മോര് തിളപ്പിച്ച് വറ്റിച്ച് നന്നായി കുറുക്കി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പം ഇവിടെ ഞാൻ അത് കുറച്ചേ വറ്റിക്കുന്നുള്ളൂ. കുറച്ച് വെള്ളം പോലെ ഇരിക്കണം, അതുകൊണ്ട് അതിൻ്റെ വെള്ളമയം പോകുന്നവരെ ജസ്റ്റ് തിളപ്പിച്ച് വറ്റിക്കുന്നതേ ഉള്ളൂ.